ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ ശല്യം വളരെയധികമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗുഡ് നൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള അലർജിയും അത് നമുക്കാണെങ്കിലും പല രീതിയിലുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ കുട്ടികളിലാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കൊതുകിൻ്റെ ശല്യം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ പൈസ മുടക്കൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന 2-3 ടിപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും കെമിക്കൽസ് ഒന്നും ഇല്ലാതെ വീട്ടിലുള്ള സംഭവങ്ങളാണ്. അതിന് ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ നല്ല ആര്യവേപ്പിൻ്റെ ഇല എടുക്കുക. പിന്നെ അതുപോലെ ഇതുപോലെ നല്ല വെളുത്തുള്ളി വേണം, നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പുമാണ്, കരയാമ്പൂ എന്നൊക്കെ പറയുന്ന ഗ്രാമ്പുമാണ്. ഈ 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് 3 കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇലയും ഗ്രാമ്പും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് വെച്ചാൽ ഭയങ്കര ഒരു നല്ലതാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ പ്രാണികളും പിന്നെ ഈ കുരുകുരാന്നുള്ള കറുത്ത ലൈറ്റ്സിലൊക്കെ വന്നിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രാണികളല്ലേ, അതൊക്കെ പോകാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലടിക്കുന്നതനുസരിച്ച് കൊതുക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു മണം അടിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നല്ലതാണ്. മറ്റേ ഗുഡ് നൈറ്റിൻ്റെയും ഓൾ ഔട്ടിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ശ്വാസകോശത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തരും. പിന്നെ അതുപോലെ വലിയവരാണെങ്കിലും പ്രായമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുക്കുക. നമ്മൾ വീട്ടിൽ പുകയ്ക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു കട്ട മേടിക്കാൻ കിട്ടും. തീക്കനൽ കിട്ടുന്ന ഒരു കട്ടയാണ്, സ്മെല്ലുള്ള ടൈപ്പ് ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് തീക്കനലൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. എന്നിട്ടൊരു കർപ്പൂരം ഇതുപോലെ കത്തിച്ച് വെച്ചിട്ട് ഇതൊന്ന് കത്തിച്ചെടുക്കാം. കുറച്ച് തീക്കനൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചേർക്കുന്നത്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ദശാങ്കമാണ് കേട്ടോ. കുറച്ച് ദശാങ്കം ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ നല്ലൊരു സ്മെല്ലായിരിക്കും റൂമിന്. പിന്നെ അതുപോലെ നന്നായിട്ട് ഒരു കനൽ വരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും ഇത്. അപ്പോൾ കുറച്ച് ദശാങ്കം ഇട്ട് കൊടുക്കുക. കുന്തിരിക്കം ഉണ്ടെങ്കിൽ 1-2 കുന്തിരിക്കവും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച സാധനങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ ചേർത്ത് അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് അപ്പോൾ ഈ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായിട്ട് ആ കനൽ കേടും, പക്ഷെ കുഴപ്പമില്ല, അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് കനലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുക വെച്ചിട്ട് ഇതിൽ നിന്ന് ആ കാറ്റ് കൊണ്ട് ചെറിയൊരു കാറ്റത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ആ കനലിൽ കിടന്ന് കത്തി ആ ഒരു പച്ച സ്മെല്ല് നമുക്ക് കിട്ടും. ആ ഒരു സ്മെല്ലാണ് നമ്മുടെ പെട്ടെന്ന് തന്നെ കൊതുകുകളെ തുരത്തി ഓടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അത് വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ കത്തിച്ച് സന്ധ്യാസമയങ്ങളിൽ നമ്മൾ വീടിൻ്റെ അകത്ത് മൂലയ്ക്ക് ഭാഗത്തൊക്കെ കൊണ്ട് വെക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഫാൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ ആ തീയെല്ലാം പെട്ടെന്ന് കെട്ടുപോക്കോളും. അപ്പോൾ ആ ഒരു പുക കംപ്ലീറ്റ് ആയിട്ട് പെരയുടെ ഫുള്ളെല്ലാം അകത്തും ചെന്നോളൂ കേട്ടോ. ആ ഒരു ഭയങ്കര സ്മെല്ല് നമ്മൾ ചതച്ച സംഭവങ്ങൾ എന്ന് പറയുന്നത് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ദശാങ്കവും ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ സകല പ്രശ്നങ്ങളും മാറും കേട്ടോ. ഈ കൊതുകിൻ്റെ ശല്യവും ആവശ്യമില്ലാത്ത പ്രാണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് വീടിന് മൊത്തത്തിൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണ് പെരിഞ്ചീരകം. അപ്പോൾ കുറച്ച് പെരിഞ്ചീരകം കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് 1-2 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ പെരിഞ്ചീരകമൊക്കെ ആ ഒരു സ്മെല്ലൊക്കെ കൊതുകിനെ തുരത്തി ഓടിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. കൂടെ നമുക്ക് 1-2 ഗ്രാമ്പും ഇട്ട് കൊടുക്കണേ. 1-2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ കൊതുകൊക്കെ പെട്ടെന്ന് പോകാനും ഈ സ്മെല്ലടിക്കുന്നതനുസരിച്ച് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല കേട്ടോ. എന്നിട്ട് ഇത് 3 ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കുക. കൂടെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ നമുക്ക് ചീമക്കൊന്നയുടെ ഇല ഉണ്ടെങ്കിൽ ഈ ഒരു ഇല ഇട്ട് കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ ആര്യവേപ്പിലയുടെ കൂടെ ചീമക്കൊന്നയുടെ ഇല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ മഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും അതുപോലെ പെരിഞ്ചീരവും എല്ലാം കൂടി നന്നായിട്ട് ചതച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പപ്പടമൊക്കെ കാച്ചുന്ന എണ്ണയാണെങ്കിലും ചിലപ്പോൾ പഴംപൊരി അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എണ്ണയില്ലേ, അതായത് ഇറച്ചി അങ്ങനെയുള്ള നോൺ വെജ് ഒന്നും വല്ലാത്ത എണ്ണകൾ ബാക്കി വരില്ലേ, ആ എണ്ണ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ 2 ദിവസം പഴക്കായ എണ്ണയൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഈ സംഭവങ്ങൾ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. പച്ച ആ ഒരു സ്മെല്ലെല്ലാം പോയതിന് ശേഷം നമ്മുടെ എണ്ണ നമുക്ക് ഊറ്റിയെടുക്കാം. ഈ ഒരു എണ്ണ നമുക്ക് കാച്ചി നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ മഴക്കാല സമയത്ത് വൈകുന്നേര സമയത്ത് നമുക്കിതുപോലെ കത്തിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ സന്ധ്യാസമയങ്ങളിൽ നമുക്ക് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്, തിരിയിട്ടിട്ട്. അപ്പോൾ അത് ഇതുപോലെ ചൂടനെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു വട്ടത്തിലുള്ള ഒരു പ്ലേറ്റിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കണേ. കൂടെ നമ്മൾ പച്ചക്കർപ്പൂരമാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. സാധാ കർപ്പൂരമല്ല, പച്ചക്കർപ്പൂരം തന്നെ വാങ്ങിക്കുക. അപ്പോൾ ഇതുപോലെ പീസസ് ആയിട്ടാണ് നമ്മുടെ പച്ചക്കർപ്പൂരം കിട്ടുന്നത്. ഇതാണ് കൂടുതലും നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൈവച്ച് ഞെരട്ടിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ ഇതുപോലെ നല്ല പൗഡറായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തുണിയോ നമ്മുടെ വീട്ടിൽ നല്ല വെള്ള തുണി ഉണ്ടെങ്കിൽ അതൊന്ന് തേർത്ത് ഒരു തിരിയാക്കി എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് തിരി മേടിക്കാൻ കിട്ടും, തിരിനൂല് മേടിക്കാൻ കിട്ടും കോട്ടൻ്റെ. അത് നമുക്കിതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കത്തിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് സന്ധ്യാസമയത്ത് കത്തിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് അരിവേപ്പിൻ്റെ ഇല കുറച്ചും കൂടി ഇങ്ങനെ മുറിച്ച് ചതച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഈ എണ്ണയിലേക്ക്, നല്ലതാണ്. ഇതിൻ്റെ സ്മെല്ല് അടിക്കണനുസരിച്ച് പ്രാണികളോ പാറ്റകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കൊതുകിൻ്റെ ശല്യം മാറി കിട്ടാനായിട്ട് നല്ലതാണ്. നമ്മൾ ഈ ഓൾ ഔട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കൊതുക് പോകും. പക്ഷേ എന്നാൽ നമ്മുടെ ശരീരത്തിനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പല രീതിയിലുള്ള അസുഖങ്ങൾ നമുക്ക് വരും. പിന്നെ കുഞ്ഞു പാവകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറയേ വേണ്ട. അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ഈ ഓൾ ഔട്ടും ഈ തിരി ഉണ്ടല്ലോ, നമ്മുടെ കൊതുക് തിരിയൊക്കെ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തരും നമ്മുടെ ശരീരത്തിന്. പിന്നെ നമുക്ക് വേറൊരു ടിപ്പ് കൂടി ചെയ്യാം. നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്നതാണ് കടുക് അല്ലേ. അപ്പോൾ കടുകും അതുപോലെ നമ്മുടെ ഗ്രാമ്പും എടുക്കാം. പിന്നെ മെയിനായിട്ട് വേണ്ടത് എള്ളെണ്ണ കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. കടുകും അതുപോലെ ഗ്രാമ്പും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയായിട്ട് വേണ്ടത് നമ്മുടെ എള്ളെണ്ണ കേട്ടോ. എള്ളെണ്ണ തന്നെ നോക്കി മേടിക്കുക. ഈ എള്ളെണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. കുറച്ചൊക്കെ കടുക് പൊട്ടാനുണ്ട്, കുഴപ്പമില്ല, ചതയാനുണ്ട്, കുഴപ്പമില്ല. അത് നമ്മൾ കുറേ ദിവസം ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ കുതിർന്ന് അതിൻ്റെ ഗുണം കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി കിട്ടണം. എന്നിട്ട് ഇത് നമുക്ക് ഒരു തിരി ഇട്ടിട്ട് ഇതും കത്തിച്ച് നമുക്ക് വെക്കാം. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ 2-3 ചിരാത് കത്തിച്ച് നമ്മുടെ വീടിൻ്റെ എല്ലാ കോർണർ ഭാഗത്തും കത്തിച്ച് വെക്കുക. ഇതിൻ്റെ കൂടെ പച്ചക്കർപ്പൂരം കൂടിയും കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കുക കേട്ടോ. പച്ചക്കർപ്പൂരം എങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്താലും നല്ലതാണ്. ആ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രീതിയിലുള്ള പ്രാണികളും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. പിന്നെ നമുക്ക് വീട്ടിൽ പുകയ്ക്കാൻ പറ്റുന്നത് നമ്മുടെ ചീമക്കൊന്നയുടെ ആ ഒരു കമ്പൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് പുകയ്ക്കാം. ചകിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഷ്ടഗന്ധമൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണ്ടി പുകയ്ക്കാം. അങ്ങനെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ മേടിക്കാൻ കിട്ടുന്നത് നമുക്ക് പുകയ്ക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ളതൊക്കെ പുകയ്ക്കാം. കുന്തിരിക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വീടിന് ചുറ്റും പുകയ്ക്കാം കേട്ടോ. പിന്നെ ചീമക്കൊന്നയുടെ ഇലയൊക്കെ നല്ലതാണ് പുകയ്ക്കാനായിട്ട്. അതുപോലെ തുളസി, രാമതുളസി, കൃഷ്ണതുളസിയൊക്കെ ആ ഒരു ഇതൊക്കെ ഇട്ട് പുകയ്ക്കണം, നല്ലതാണ് ഉണങ്ങി. അപ്പോൾ മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പല രീതിയിലുള്ള രോഗങ്ങളിൽ പ്രത്യേകിച്ച് ഡെങ്കിപ്പനി അങ്ങനെയൊക്കെ വരാം. പിന്നെ അതുപോലെ കൊതുകിൻ്റെ ശല്യം കൂടി വരുവാണ്. അപ്പോൾ അതുപോലെ വീട്ടിലുള്ള റെമഡീസൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കാണിച്ച എല്ലാ റെമഡീസും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.